വെൽക്കം ടു ദിശ അക്കാഡമി. സ്റ്റാർട്ടിങ്ങിൽ തന്നെ 80,000 രൂപയ്ക്ക് പുറത്ത് ഇൻഹാൻസ് സാലറി കിട്ടുന്ന റെയിൽവേയിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ജോലികളിലൊന്നാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ ജോലി. നമുക്കറിയാം ഇതിൻ്റെ ബേസിക് സാലറി വരുന്നത് 19,900 റുപ്പീസ് ആണെങ്കിലും റണ്ണിങ് അലവൻസ് എന്ന് പറഞ്ഞ് വലിയൊരു തുകയും നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതിനാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏകദേശം 80,000 രൂപയ്ക്ക് പുറത്ത് സാലറി ഈ ഒരു പോസ്റ്റിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഓൾറെഡി ലൈവാണ്. ഏപ്രിൽ 12-ാം തീയതി മുതൽ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം അതായത് മെയ് 11-ാം തീയതി വരെയാണ് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട ചില ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഡോക്യുമെൻറ്റ്സിനൊക്കെ ചില സ്പെസിഫിക്കേഷൻസും ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ കരുതേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫാണ്. ഫസ്റ്റ് പോയിന്റ് ഫോട്ടോയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ, അതായത് ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ആവുന്ന സമയത്തിന് മിനിമം 2 മാസം പുറകിലേക്കെങ്കിലുമുള്ള ഫോട്ടോ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ ഉപയോഗിക്കുക. നിങ്ങളുടെ കയ്യിൽ പുതിയ ഫോട്ടോസ് ഇല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുന്നതിനെ പറ്റിയും നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. ഇനി ഈ ഫോട്ടോയ്ക്ക് ചില സ്പെസിഫിക്കേഷൻസ് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഫോട്ടോ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ. അതെന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ ആദ്യം നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയതിനു ശേഷം, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇനി എൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകുമോ എന്ന് ചോദിച്ച് ഞങ്ങളെ വിളിക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ റിജക്റ്റ് ആയിക്കഴിഞ്ഞാലും ഇനി ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ച് വിളിക്കുന്ന കുട്ടികളുടെ എണ്ണവും കുറവല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനൊരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നമുക്ക് മെയിലൊക്കെ അയച്ച് നോക്കാം, പക്ഷേ അതിനൊന്നും ഒരു വാലിഡിറ്റി ഉണ്ടാവില്ല. റിപ്ലൈ ഒക്കെ കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിട്ട് അപ്ലൈ ചെയ്യണം. ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് കാര്യം കളേർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആയിരിക്കണം. ഫസ്റ്റ് പോയിന്റ് ഇതാണ്. കളർ ഫോട്ടോ ആയിരിക്കണം, പാസ്പോർട്ട് സൈസിലുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം. അത് എല്ലാവരും തന്നെ കറക്റ്റായിട്ട് നോക്കുന്ന കാര്യമാണ്. അപ്പോൾ സൈസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 35 mm വിഡ്ത്തും അതുപോലെ തന്നെ 45 mm ഹൈറ്റും വരുന്നൊരു ഫോട്ടോ. 35 mm വിഡ്ത്തും 45 mm ഹൈറ്റും വരുന്ന ഒരു കളേർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ് നമ്മളിതിൽ അപ്ലൈ ചെയ്യേണ്ടത്. അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളർ ആയിരിക്കണം, നിർബന്ധമാണ്. ബാക്ക്ഗ്രൗണ്ട് ചില സ്റ്റുഡിയോസിൽ നമുക്ക് ലൈറ്റ് കളർ എല്ലാവരും ഇട്ട് തരും, ബ്ലൂ ഒക്കെ ഇട്ട് തരും. പക്ഷെ നമുക്ക് എന്ത് വേണം? വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ വേണം, അത് നിർബന്ധമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫോട്ടോ എടുക്കുമ്പോൾ ഇടുന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ഈ ഡ്രസ്സ് നോൺ വൈറ്റ് ഡ്രസ്സായിരിക്കണം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം ഫോട്ടോ, പക്ഷെ നമ്മൾ ഇടുന്ന ഡ്രസ്സിന് വൈറ്റ് കളർ ആവാൻ പാടില്ല. പ്രിഫറബിളി ഏതെങ്കിലും ഡാർക്ക് കളർ ഡ്രസ്സ് ഇടണം എന്നാണ് അവർ പറയുന്നത്. പ്രിഫറബിളി നമ്മൾ എന്ത് ചെയ്യണം? ഡാർക്ക് കളറിലുള്ള ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ട് വേണം ഈ ഫോട്ടോ എടുക്കാനായിട്ട്. ഇനി ഈ ഫോട്ടോ JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലായിരിക്കണം. JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് 150 dpi റെസൊല്യൂഷൻ എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. നമ്മൾ ഫോട്ടോ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് 150 dpi റെസൊല്യൂഷൻ എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് 50-ഉം 150 KB ഇടയിലായിരിക്കണം. ഫോട്ടോയുടെ സൈസ് 50 KB-ക്കും 150 KB-ക്കും ഇടയിലായിരിക്കണം. ഓക്കെ. ഇനി അടുത്ത് പറയുന്ന കാര്യം, 2 മാസത്തിൽ കൂടുതൽ പഴക്കമുള്ള ഫോട്ടോഗ്രാഫ്സ് നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ്. ഇനി ഫോട്ടോ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് കാര്യം ക്ലിയർ ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതായത് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ സെൽഫി എടുക്കുന്ന പോലുള്ള ഫോട്ടോസ്, അങ്ങനത്തെ ഫോട്ടോസ് ഒന്നും പറ്റത്തില്ല. മുഖം സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. മാക്സിമം മുടി ഒതുക്കി കെട്ടിയിട്ടുണ്ടാവണം. നമ്മുടെ ഇയേഴ്സൊക്കെ വിസിബിൾ ആവുന്നത് പോലെ നമ്മുടെ മുടിയൊക്കെ ഒതുക്കി കെട്ടിയിട്ട് വേണം നിങ്ങൾ ഫോട്ടോയ്ക്ക് പോകാൻ. പോണിറ്റെയിലോ, ഇപ്പോൾ പെൺകുട്ടികളാണെങ്കിൽ പോണിറ്റെയിലൊക്കെ കെട്ടി വെച്ചിട്ട് വേണം പോകാൻ. ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം പൊതുവിൽ ഉണ്ടാവാറില്ല. ഓക്കെ. അപ്പോൾ ചെവി കാണുന്ന പോലെ, ചെവി വിസിബിൾ ആവുന്ന പോലെ ഫ്രണ്ട് സ്ട്രെയിറ്റ് വ്യൂവിലുള്ള ഫോട്ടോ വേണം നിങ്ങൾ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാപ്പ്, ഹാറ്റ് തുടങ്ങിയ സാധനങ്ങളൊന്നും നിങ്ങൾ വെക്കാൻ പാടില്ല. കൂളിംഗ് ഗ്ലാസ്സുകൾ അല്ലെങ്കിൽ കളർ ചേഞ്ച് ചെയ്യുന്ന ഡാർക്ക് ഷെയ്ഡുള്ള ഗ്ലാസ്സുകളൊന്നും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇനി വിഷൻ കറക്ഷൻ്റെ ഗ്ലാസ് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ
അതിൽ ഗ്ലെയർ ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം. മറ്റ് വസ്തുക്കളുടെ ഗ്ലെയറോ അതുപോലെ തന്നെ എന്തോ നമ്മുടെ റിഫ്ലക്ഷനോ ഒന്നുമില്ലാത്ത ഗ്ലാസ്സുകൾ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്ലാസ് ഇല്ലാതെ ഫോട്ടോ എടുക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും ഗ്ലാസ് ഇല്ലാതെയുള്ള ഒരു ഫോട്ടോ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതാണ് ഇവിടെയൊക്കെ പറയുന്നത്. ക്ലിയർ ഫ്രണ്ട് വ്യൂവിലുള്ള ഫോട്ടോ ആയിരിക്കണം. സൺഗ്ലാസുകളോ ഡാർക്ക് ഗ്ലാസ്സുകളോ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതുപോലെ തന്നെ ക്യാപ്പ് അല്ലെങ്കിൽ ഹാറ്റ് വെയർ ചെയ്യാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ഫോട്ടോയുടെ 50%, അതായത് ഇങ്ങനെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വരുമല്ലോ, അപ്പോൾ ഈ മൊത്തം സ്പേസിൻ്റെ 50% നമ്മുടെ ഫേസ് വരുന്നത് പോലെ വേണം ഫോട്ടോ ഇരിക്കുന്നത്. അത് ഒരുപാട് ദൂരത്ത് നിന്ന് എടുക്കുന്ന ഫോട്ടോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് മിക്കവാറും പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്ന സമയത്ത് സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ കറക്റ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ കണ്ണുകൾ, ഐസ് കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കണം, സ്ട്രെയിറ്റ് ആയിട്ട് നോക്കണം, ഫ്രണ്ട് വ്യൂ ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ മുഖത്തിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ഒന്നും തന്നെ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. മുഖത്തിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ഒന്നും തന്നെ നമ്മൾ ഹെയർ ഉപയോഗിച്ചൊന്നും കവർ ചെയ്യാൻ പാടില്ല. മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്കൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഫോട്ടോസൊക്കെ ആണെങ്കിൽ അത് റിജക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മുടി അല്ലെങ്കിൽ ക്ലോത്ത് കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളുടെ നിഴൽ കൊണ്ടോ മറ്റോ നമ്മളുടെ മുഖത്തിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ഒന്നും തന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, ഫോർഹെഡ് അതായത് നെറ്റി, നമ്മളുടെ 2 കവിളുകളും, ബോത്ത് ചീക്സ്, നോസ്, ചിന്ന്, നെക്ക്, 2 ഷോൾഡറുകളും ഇത്രയും ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിരിക്കണം. ഇത്രയും ക്ലിയർ ആയിട്ട് വിസിബിൾ ആവണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് മുടി ഒതുക്കി കെട്ടി വെക്കുക, അതുപോലെ സ്കാർഫോ കാര്യങ്ങളൊക്കെ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ എന്തൊക്കെ വിസിബിൾ ആയിരിക്കണം? ഫോർഹെഡ്, 2 ചീക്സ്, നോസ്, ചിന്ന്, നെക്ക്, ഷോൾഡേഴ്സ്, ഇത്രയും 2 ഷോൾഡേഴ്സും കേട്ടോ ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫോട്ടോയിൽ കൃത്യമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഫോട്ടോയിൽ സിഗ്നേച്ചർ, നെയിം, ഡേറ്റ്സ്, മറ്റെന്തെങ്കിലും മാർക്കുകളൊന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഓക്കെ, നമ്മൾ ചില സമയത്ത് ഫോട്ടോസ് എടുക്കുമ്പോൾ ചില എക്സാംസിന് താഴെ പേരും ഡേറ്റും ഒക്കെ വെക്കുന്നൊരു രീതിയുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഈ ഫോട്ടോയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. നിങ്ങളുടെ ഫേസും നിങ്ങളുടെ 2 ഷോൾഡേഴ്സും മാത്രമുള്ള ഈ സൈസിന് മുകളിലേക്കുള്ള ഒരു ക്ലിയർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളർ ഉണ്ടായിരിക്കണം, ഡ്രസ്സ് ഡാർക്ക് കളർ ആയിരിക്കണം, മുടി ഒതുക്കി കെട്ടി വെക്കുക, മാക്സിമം ഗ്ലാസ്സുകളോ സ്കാർഫോ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. മുഖത്ത് ബാങ്ക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, മുടി ഇങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒതുക്കി വെച്ചിട്ട് വേണം നിങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് 1 വർഷവും കൂടെ അടുത്ത എക്സാം എഴുതാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിഗ്നേച്ചറാണ്. നമ്മുടെ സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ സിഗ്നേച്ചറിനും ചില സ്പെസിഫിക്കേഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ സിഗ്നേച്ചറിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് കളർ ഇങ്ക് കൊണ്ട് നിങ്ങൾ സിഗ്നേച്ചർ ഇടണം എന്നാണ് പറയുന്നത്. സിഗ്നേച്ചർ ഷുഡ് ബി ഓൺ എ വൈറ്റ് പേപ്പർ വിത്ത് ബ്ലാക്ക് ഇങ്ക് പെൻ ഓൺലി. സിഗ്നേച്ചർ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പെന്ന് കൊണ്ട് ഇടാനാണ് സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സിഗ്നേച്ചർ റണ്ണിങ് ലെറ്റേഴ്സിലായിരിക്കണം, കൂട്ടക്ഷരത്തിലായിരിക്കണം. ഓക്കെ, അതായത് ഇപ്പം എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. അപ്പം ഞാൻ സിഗ്നേച്ചർ ഇങ്ങനെ ഐശ്വര്യ എന്ന് എഴുതിയിട്ട് 2 ലൈൻ വിട്ട് ഇങ്ങനെ കുത്തിട്ട് കൊടുക്കാൻ പാടില്ല. എപ്പോഴും എന്തായിരിക്കണം? കൂട്ടക്ഷരത്തിലായിരിക്കണം, റണ്ണിങ് ലെറ്റേഴ്സിലായിരിക്കണം നമ്മൾ സൈൻ ചെയ്യുന്നത്. ബ്ലോക്ക് ലെറ്റേഴ്സിലാവാൻ വേണ്ടിയിട്ട് പാടില്ല. ബ്ലോക്ക് ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ആവാൻ വേണ്ടിയിട്ട് പാടില്ല. ബ്ലോക്ക് ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ഡിസ്ജോയിൻറ്റ് ലെറ്റേഴ്സ് ഇതൊന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇനി ഫോർമാറ്റ് എന്ന് പറയുന്നത് എഗെയിൻ JPG അല്ലെങ്കിൽ JPEG ഫോർമാറ്റിലാണ് വേണ്ടത്. സൈസ് 30 മുതൽ 49 KB ഇടയിൽ, 30 KB-ക്കും 49 KB-ക്കും ഇടയിലാണ് ഈ ഫോട്ടോയുടെ സൈസ് വേണ്ടത്. ഇനി ഇത് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട റെസല്യൂഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 DPI റെസല്യൂഷൻ, 100 DPI റെസല്യൂഷനാണ് വേണ്ടത്. ഇനി സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ബോക്സ് ഉണ്ടായിരിക്കും. ഈ ബോക്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് 35 mm വിഡ്ത്തും 20 mm ഹൈറ്റുമാണ്. ഇങ്ങനെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ബോക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ബോക്സിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്ന പോലെ വേണം നിങ്ങൾ നിങ്ങളുടെ സിഗ്നേച്ചർ
വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിഗ്നേച്ചറിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന അതേ സിഗ്നേച്ചർ തന്നെയാണ് നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് എക്സാം ഹാളിൽ ഇട്ട് കൊടുക്കേണ്ടതും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് ഉപയോഗിക്കേണ്ടതും മെഡിക്കലിൻ്റെ സമയത്ത് ഉപയോഗിക്കേണ്ടതും. ഓക്കെ, അപ്പോൾ സിഗ്നേച്ചറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് എല്ലാ സമയത്തും ക്രോസ് ചെക്ക് ചെയ്യുമെന്നും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് വേണ്ട 2 ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ നിങ്ങളുടെ ഫോട്ടോ ആണ്. പുതിയ ഫോട്ടോ എടുത്തോളുക. ഇപ്പോൾ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം ആ ഫോട്ടോയിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉറപ്പ് വരുത്തുക. സിഗ്നേച്ചറിൻ്റെ കാര്യവും തീരുമാനമാക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ഫോണൊക്കെ നല്ലതല്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് കഫേയിലോ ഒക്കെ പോയിട്ട് നിങ്ങൾക്ക് ഈ ആവശ്യമുള്ള സൈസിലേക്ക് ഫോട്ടോ കൺവേർട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, ഇനി എക്സാമിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ ദിശ അക്കാഡമിക്ക് ALPയുടെ പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ALP പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകതകൾ ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമുക്കുള്ളത് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ലൈവ് കാണാൻ സപ്പോസ് ആ സമയത്ത് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ALP എക്സാമിന് 100-ൽ കൂടുതൽ കുട്ടികൾ ഇവിടെ നിന്ന് ടയർ 1 ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ടയർ 2 എക്സാം ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ ഒന്നും ഫോട്ടോസ് കാണിക്കാത്തത്, റിസൾട്ട് കാണിക്കാത്തത്. 100-ൽ കൂടുതൽ കുട്ടികൾ തന്നെ നമ്മളുടെ കഴിഞ്ഞ കോഴ്സിലൂടെ ടയർ 1 എക്സാം ഓൾറെഡി ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിൽ മെജോറിറ്റി ആൾക്കാരും ടയർ 2 എക്സാമും ക്ലിയർ ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് കേട്ടോ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ഈ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 250-ൽ കൂടുതൽ മണിക്കൂറുകൾ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 250 മണിക്കൂറിൽ കൂടുതൽ ക്ലാസ് ടയർ 1-ൻ്റെയും അതുപോലെ തന്നെ ടയർ 2-ൻ്റെയും ക്ലാസ്സുകൾ, ടയർ 1-ൻ്റെയും ടയർ 2-ൻ്റെയും ക്ലാസ്സുകൾ ഒന്നിച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ടയർ 1-ന് മാത്രമല്ല ടയർ 2-നും കൂടെ ചേർത്തുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന April 23-നാണ്. April 23-ന് തന്നെ നമ്മൾ ഈ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത് പ്രമാണിച്ച് നിങ്ങൾക്ക് ഏർലി ബേർഡ് ഓഫർ ഉണ്ടായിരിക്കും. ഈ ഓഫർ വരുന്നത് നിങ്ങൾക്ക് 23rd, 24th, 25th, 23rd, 24th, 25th ഈ ദിവസങ്ങളിൽ നിങ്ങൾ കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏർലി ബേർഡ് ഓഫർ ഉണ്ടായിരിക്കും. അപ്പോൾ അതും കൂടെ നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുക. നിങ്ങൾ നല്ലോണം പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ കോഴ്സിന് വേണ്ടി നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 7012615062, 7012615062, അതല്ലെങ്കിൽ 8075753676, 8075753676. ഇതിന് രണ്ടിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും ഒക്കെ അവർ പറഞ്ഞു തരും. ഫാക്കൽറ്റി ഡീറ്റെയിൽസും എല്ലാം തന്നെ നമ്മൾ ഉടനെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയും അതുപോലെ തന്നെ ഈ കോഴ്സിൻ്റെ പോസ്റ്റേഴ്സ് വഴിയൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് ഫോട്ടോ വേണം, അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം, സിഗ്നേച്ചർ വേണം. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള മറ്റ് സർട്ടിഫിക്കറ്റുകളുണ്ട്. അതായത് നിങ്ങൾ SC/ST കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SC/ST സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കട്ട് ഓഫ് കുറഞ്ഞ് കിട്ടണമെങ്കിലും അതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ്റെ ആവശ്യമുണ്ടെങ്കിലും ആണ്. ഇപ്പോൾ SC/STക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഏജ് കുറഞ്ഞു കിട്ടുന്നതിനോ അതുപോലെ തന്നെ നിങ്ങൾക്ക് കട്ട് ഓഫ് കുറഞ്ഞ് കിട്ടുന്നതിനോ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം, കമ്മ്യൂണിറ്റി, നിങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിക്കാം. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റെയിൽവേയിൽ നിങ്ങളോട് സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് ഉടനെ തന്നെ അപ്ലൈ ചെയ്യണം. 1 വർഷത്തിന് മുന്നേ, അതായത് 1 വർഷത്തിനുള്ളിലെടുത്ത സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയതെടുക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ May 11-നാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് ക്ലോസ് ആവുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു June 11-ന് നിങ്ങളെടുത്ത ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ May ആവുമ്പോഴും അതിന് 11 മാസമേ ആവത്തുള്ളൂ അല്ലേ. അപ്പോൾ 1 വർഷമാണ് എക്സ്പയറി. അപ്പോൾ 1 വർഷമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത്
നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് തന്നെ ഉപയോഗിക്കാം. പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പുതിയ സർട്ടിഫിക്കറ്റ് DVയുടെ സമയത്ത് എടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? പുതിയ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അക്ഷയ സെൻറ്റേഴ്സ് വഴി നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സെൻട്രൽ ഗവൺമെൻറ് എക്സാം പർപ്പസിന് വേണ്ടിയിട്ടാണെന്ന് തന്നെ പറഞ്ഞ് തഹസിൽദാരുടെ സൈനുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ നോക്കുക. നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ്റെ ഏറ്റവും താഴെ ഇതിലൊരു ഫോർമാറ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അക്ഷയയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിയതിന് ശേഷം നിങ്ങൾ വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ നിന്ന് ഫോർവേഡ് ചെയ്ത് വാങ്ങിച്ച് തഹസിൽദാരുടെ സൈൻ മേടിക്കുക. അതേ ഫോർമാറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇപ്പോൾ അങ്ങനെ നിർബന്ധം പറയുന്നില്ല. നമ്മളുടെ ഡിജിറ്റലി സൈൻഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റിന് തന്നെ വാലിഡിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ DVക്ക് പോയ കുട്ടികളോടൊക്കെ സംസാരിച്ചപ്പോൾ അങ്ങനെ എടുത്ത് ചോദിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതേ ഫോർമാറ്റ് ചോദിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. തഹസിൽദാരുടെ കയ്യിൽ നിന്ന് തന്നെയുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എത്രയും പെട്ടെന്ന് അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. കാരണം ഇതൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു 7 ദിവസം എടുക്കും. അതിൽ ഡോക്യുമെൻറ്റ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിജക്റ്റ് ഒക്കെ ആവുകയാണെങ്കിൽ നമ്മൾ രണ്ടാമതും ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു 10 ദിവസം 15 ദിവസത്തെ പ്രോസസ്സ് നമ്മൾ മുന്നിൽ കാണേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. കാരണം ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. നമുക്ക് റെയിൽവേൻ്റെ എക്സാം വരുമ്പോൾ തന്നെ നമ്മളോട് സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട്. ആ നമ്പർ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അവസാനം നമ്മൾ പോകുമ്പോൾ ഈ നമ്പർ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടില്ല. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മൾ ഫെയിലായി പോവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ഉറപ്പ് വരുത്തുക. അപ്പോൾ SC/ST കാറ്റഗറി പെടുന്നതാണെങ്കിൽ SC/ST സർട്ടിഫിക്കറ്റ്, OBC കാറ്റഗറി ആണ് നിങ്ങൾ നോൺ ക്രിമിലെയർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പോൾ OBC നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ EWS കാറ്റഗറി എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ വരുന്നവർക്ക് EWS കാറ്റഗറിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതിന് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്നാലും നിങ്ങളുടെ കയ്യിൽ കരുതിയിരിക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ഇത്രയുമാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക, ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ALPയുടെ Tier 2 വരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു അടുത്ത എക്സാമിന് മിനിമം ഒരു 6-7 മാസമെങ്കിലും നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് പോലും ഏറ്റവും നല്ല രീതിയിൽ പഠിച്ചിട്ട് ഈ ജോലി വാങ്ങാനുള്ളൊരു സമയം നമ്മുടെ ഫ്രണ്ടിലുണ്ടെന്ന് മനസ്സിലാക്കി ഉഴപ്പാതെ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, വളരെ നല്ല സാലറി കിട്ടുന്ന ഒരു ജോബാണിത്. സോ ഹാപ്പി ലേണിംഗ്, നന്നായിട്ട് പഠിക്കുക. താങ്ക് യു സോ മച്ച്.